മൊത്തത്തിലൊരു അപാകത അല്ലേ? ഒന്ന് ചായ മാറ്റിയാലോ? ശരിയായല്ലോ. ഒന്ന് തിരിഞ്ഞു വന്നപ്പോഴേക്കും ദാ കണ്ടോ മൊത്തത്തിലൊരു മാറ്റായിട്ടുണ്ട്. ഇത് നമ്മുടെ പുതിയ ചുരിദാറാണ് ട്ടോ. എന്താ അതിന്റെ ഒരു കളറില്ലേ? ശ്ശേ! ഭംഗിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കളറിനാണ്. എന്തായാലും ഈ കാണുന്ന ഈ ക്രോഷ്യ പൂക്കളൊക്കെ ഉണ്ടല്ലോടാ അതുമ്മെ തുന്നി പിടിപ്പിച്ചിട്ടുള്ളതാണ് ട്ടോ. നല്ല ഭംഗിയുണ്ട് അതിന്റെ ഫ്രണ്ടിലത്തെ ആ വർക്ക് കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും ഞാൻ പുതിയൊരു പ്രൊഡക്റ്റ് ജസ്റ്റ് ഒന്ന് അൺബോക്സിങ് ചെയ്തപ്പോൾ അതും കൂടെ കാണിച്ചു തരാന്ന് വിചാരിച്ചു. ഈ തലയിൽ വെക്കുന്ന ഈ ഒരു കുന്ത്രാണ്ടം അത് അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ അമ്മമാരെ കെട്ടൊക്കെ നല്ല ഭംഗിയിൽ പൂക്കളായിട്ട് വിടർന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്താൽ മതി. എനിക്കിങ്ങനെ ഒരൊറ്റ സ്വൈപ്പിൽ ഇതിങ്ങനെ മൊത്തത്തിൽ ഓപ്പൺ ഹെയർ ആവും. കൊള്ളാല്ലേ? എന്തായാലും ഇതിന്റെ ഷോൾ എന്ന് പറയുന്നത് ഇതാണ്. നല്ല നീളമുള്ള ദുപ്പട്ടയാണ് കേട്ടോ. ഇതിന് 3 പീസാണ് വരുന്നത്. ഞാനിനിയിപ്പോൾ എന്തിട്ടാലും ഇതിന്റെ ബോട്ടം ഇട്ടാൽ കാണില്ല. അത് കാരണം കൊണ്ട് ബോട്ടത്തുമ്മെ ചെറിയ വർക്കൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ബോട്ടം ഇട്ടിട്ടില്ല കേട്ടോ. പക്ഷേ ബോട്ടം കൂടിയുള്ള 3 പീസായിട്ടാണ് വരുന്നത്. അടിപൊളിയാണ് കേട്ടോ. എന്റെ ക്രോക്സിന്റെ ചെരുപ്പ് എപ്പോഴും കാലുമ്മേണ്ടാവും എന്നുള്ള പരാതി കുറെയായി ഞാൻ കേൾക്കണു. ഇത്ര കംഫർട്ടബിൾ ആയിട്ട് ചുരുങ്ങിയത് ഒരു 4 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചെരുപ്പാണ് കേട്ടോ അത്. ക്രോക്സിന്റെ ഹീല് മാത്രമാണ് എന്റേല് നിലനിൽക്കാത്തതുള്ളൂ. അതായത് നീണ്ടു നിൽക്കാത്തതുള്ളൂ. ഡാൻസ് ഇല്ലെങ്കിൽ എന്തെന്ന്. അപ്പൊ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോക്സിന്റെ വീട്ടിലിടുന്ന ഈ ഒരു 2 ആർ ഉണ്ടല്ലോ അത് അത് കുറേ കാലമായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. അത് ഇനിയിപ്പോൾ ഈ കാലത്തൊന്നും പൊട്ടൊന്നുമില്ല. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ കൂടെ ചിതയിലിടേണ്ടി വരുമെന്ന് തോന്നുന്നു. അത്രയും ലോങ് ലാസ്റ്റിംഗ് ആണ് അത്. ഞാൻ എണ്ണയൊക്കെ തേച്ചിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. എന്തായാലും ചുരിദാർ അടിപൊളിയായിട്ടില്ലേ? സംഭവം സെറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ. ഞാനിതൊന്ന് ടാഗ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ ഷോൾ നല്ലതാണ്. നമുക്ക് പാർട്ടി വെയർ ആയിട്ടും ഡെയിലി ഓഫീസിലേക്കൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഒരു ചോദ്യമാണ് ശ്രീയുടെ കയ്യിൽ എപ്പോഴും വാച്ച് ഉണ്ടാവുമല്ലോ എന്ന്. ഇതാണ് നമ്മുടെ പുതിയ വാച്ച്. ഇത് നമ്മുടെ ഫാസ്റ്റ് ട്രാക്കിന്റെ വാച്ചാണ്. എൻ്റെ കയ്യിൽ എപ്പോഴും ഉള്ളത് ബോട്ടിന്റെ വാച്ചാണ് കേട്ടോ. അങ്ങനെ ഞാൻ സ്റ്റെപ്പ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാച്ച് കിട്ടുന്നത്. അപ്പോൾ 10,000 സ്റ്റെപ്പ് ഒരു ദിവസം നടക്കണം. അപ്പോൾ അത് കൗണ്ട് ചെയ്യണമെങ്കിൽ വാച്ച് അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ കുറച്ച് നല്ല വാച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഫാസ്റ്റ് റാങ്കിന് മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഉപയോഗിച്ച പ്രൊഡക്റ്റുകളൊക്കെ ടാഗ് ചെയ്യണം. അടിപൊളിയാണല്ലോ.